എല്ലാവർക്കും തിരുനാമത്തിൽ വന്ദനം. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. കഴിഞ്ഞ ദിവസം ചില സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചിന്തിപ്പാൻ ഇടയായി. നമുക്കെല്ലാവർക്കും അറിയാം, 365 പ്രാവശ്യം ദൈവം വിളിച്ചു. അതിനെ 3 ഭാഗങ്ങളായി അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് വേർതിരിച്ചു. പരമവിളി, വിശുദ്ധ വിളി, സ്വർഗീയ വിളി, 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം, യോഹന്നാൻ 10:3, യെശയ്യാ 43:1, അവൻ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആദാമേ നീ എവിടെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ദൈവം ഓരോ വ്യക്തികളെയും പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. യെശയ്യാ പറയുന്നത് അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ്. നാം അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, തിരിച്ചറിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മെ തേടി വന്ന് നമ്മെ പേർ ചൊല്ലി വിളിച്ച് അവൻ്റെ മക്കളാക്കി തീർത്തു. അവിടെ നിന്നും നമ്മെ ശുശ്രൂഷകൾക്കായി ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ശുശ്രൂഷയ്ക്കായി അവകാശമില്ലാത്ത സ്ഥാനത്തേക്ക് ആയിരുന്ന നമ്മെ അവകാശമുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വിളിയാണ് പരമ വിളി. ഫിലിപ്പി ലേഖനം 3:14, റോമർ 8:23. അവകാശവും യോഗ്യതയും ഇല്ലാതെ സ്ഥാനത്തേക്ക്, പദവിയിലേക്കോ വിളിച്ച് സ്വീകരിക്കുന്നതിനെയാണ് പരമവിളി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന രാഹാബ് എന്ന ഒരു സ്ത്രീയെ നമുക്ക് അവിടെ അറിയാം. ഇസ്രായേൽ മക്കൾ ദേശം ഉറ്റുനോക്കാൻ പോയപ്പോൾ അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഒളിപ്പിച്ച ഒരു വ്യക്തിയാണ് രഹബ് എന്ന വേശ്യ. അവൾ വേദപുസ്തകത്തിൽ ഇടം പിടിച്ചു. കാരണം ദൈവമക്കളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം അവൾക്കും അവളുടെ കുടുംബത്തിൽ നിന്നുമുണ്ടായി. അവളുടെ പിന്നിലുള്ള ജീവിതമോ സ്വഭാവമോ ഒന്നുമല്ല, പക്ഷെ അവളിലുണ്ടായ ഒരു ഗുണം അതൊരു അനുഗ്രഹമായി മാറി. ഒരിക്കലും അവൾ ദൈവസന്നിധിയിൽ വരുവാൻ അവകാശമോ ഉള്ളവളല്ല, ന്യായപ്രമാണം നോക്കിയാൽ. എന്നാൽ ഇസ്രായേലിനെ രക്ഷിച്ചതുകൊണ്ട്, ആ ദൈവദാസന്മാരെ സംരക്ഷിച്ചതുകൊണ്ട് അവൾക്ക് കിട്ടിയ ഒരു അർഹതയാണ് പരമവിളിയിലേക്കുള്ള പ്രവേശനം. രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രൂത്ത് 10ാം തലമുറയിൽ പോലും വരുവാൻ അവകാശമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ബോവസിന്റെ കാന്തയായി മാറിയ ഒരനുഭവം നമുക്ക് അവിടെ അറിയാം. ആ ബോവസിലൂടെ ദാവീദിന്റെ വംശവും, ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജോസഫും, ജോസഫിന്റെ വംശത്തിൽ നിന്നും യേശുക്രിസ്തു ജനിക്കുന്ന ഒരു തലമുറയെ നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് പരമവിളി. അവൻ നമ്മെ വിളിച്ചത് പരമവിളിയിലേക്കാണ്. അപ്പോൾ പാപാകുലമായിരിക്കുന്ന അവസ്ഥയിൽ, ഒരിക്കലും ദൈവസന്നിധിയിൽ വരുവാൻ അവകാശമില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മെ കണ്ട് വിളിച്ച് വേർതിരിച്ച ഒന്നാമത്തെ ഒരു വിളിയാണ് പരമവിളി. നമ്മളിതിനൊന്നും അർഹതപ്പെട്ടവരായിരുന്നില്ല. നമ്മളോ നമ്മുടെ കുടുംബമോ ഒന്നും അർഹതപ്പെട്ടതല്ല. നമ്മൾ വളരെ ആഴത്തിൽ കിടന്നവരാണ്. നമ്മെ തേടി വന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് ചെയ്യുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം യോഗ്യരാക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. തുടർന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ അടുത്ത ദിനങ്ങളിൽ ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.